Hi friends, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ദശപുഷ്പങ്ങൾ ഒന്നായ ചെറുള എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. അതുപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് പ്രമേഹം എന്ന് പറയുന്ന ജീവിതശൈലി രോഗത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിന് പ്രമേഹം മാറ്റാൻ മാത്രമല്ല ഒട്ടനവധി ഗുണങ്ങൾ ഇതിനുണ്ട്. ഇത് നമ്മൾ തലമുടിയിലൊക്കെ ഇങ്ങനെ ചൂടുകയാണെങ്കിൽ ആയുസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അതായത് അത്രയും വലിയ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ചെറുള ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രമേഹം മാറ്റാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എന്ന് കാണാം. ഇത് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. ചെറിയ അളവിൽ നമുക്ക് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ചെറുളയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്യുക. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പ്രമേഹം അകറ്റാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ടിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെ കാണുന്ന ഒന്നാണ് ചെറുള എന്ന് പറയുന്ന ഒരു ദശപുഷ്പത്തിലെ ഒരു ഔഷധമാണിത്. അപ്പോൾ ഈ ഒരു ഔഷധ സസ്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രമേഹത്തിനുള്ള ഒരു പ്രതിവിധി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഇല മാത്രമായിട്ട് എടുക്കാം. നമുക്കിപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചെറുളയുടെ ഇലയാണ്. ഇല ഞാനിവിടെ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ തൈരോ മോരോ എന്താണെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്കൊന്ന് അരച്ചെടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മോരോ തൈരോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട്, അതായത് തൈരും കൂടി ആഡ് ചെയ്ത് അരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടത്തില്ല. ഈ ഇലകളൊക്കെ നന്നായിട്ട് അരഞ്ഞ് നമ്മുടെ ആ തൈരുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. ബാലൻസ് ഇരിക്കട്ടെ, ഇതിൻ്റെ മുഖത്ത് വരട്ടെ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ക്ഷീണം മാറാനും ഉന്മേഷം നൽകാനും സഹായിക്കുന്ന ഒന്നാണ് നമ്മൾ ഒരു കപ്പ് തൈര് അല്ലെങ്കിൽ മോര് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളൊക്കെ നമ്മുടെ മസിലുകളുടെയൊക്കെ തളർച്ച മാറ്റാനായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് വ്യായാമ ശേഷമൊക്കെ അല്ലെങ്കിൽ നടക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ ഒരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് തൈര് കഴിക്കുന്നതിലൂടെ സാധിക്കും. അത് ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കി കഴിച്ചാൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഓർമ്മ, ബുദ്ധി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി നല്ല രീതിയിൽ തന്നെ വർദ്ധിക്കുന്നതാണ്. നമ്മൾ മോരാണെങ്കിലും തൈരാണെങ്കിലും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കിയത് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് തൈര് ഉപയോഗിക്കുമ്പോൾ മുകളിൽ കുറച്ച് വെള്ളവും അതുപോലെ താഴെ കട്ടിയായിട്ടുള്ള ഭാഗവുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ വെള്ളം പോലുള്ള ഭാഗം കളയരുത്. രണ്ടും കൂടി വേണം എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. തൈരൊക്കെ കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ അവർ സാധാരണ ഉപ്പിന് പകരം ഇന്ദുപ്പ് ചേർത്ത് ഉണ്ടാക്കിയാലും മതിയാവും. ആരൊക്കെ ഈ ഒരു റെമഡി തയ്യാറാക്കുമ്പോൾ തൈര് ഉപയോഗിക്കണം, അതുപോലെ തന്നെ മോര് ഉപയോഗിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയാം. എല്ലാവർക്കും തൈര് അവർക്ക് ചേരണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും പാരമ്പര്യമായിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളവർക്കും ഒക്കെ, അതുപോലെ ത്വക്ക് രോഗങ്ങൾ, മൈഗ്രെയിൻ പതിവായിട്ട് വരുന്നവർ, അലർജി ഉള്ളവർ, ഇവരൊന്നും തൈര് പതിവായിട്ട് കഴിക്കരുത്. അവർക്ക് നല്ലത് മോരാണ്. അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, പൈൽസിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ തൈര് ഉപയോഗിക്കരുത്, മോര് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത്. മോര് തണുപ്പും അതുപോലെ തന്നെ തൈര് കുറച്ച് ചൂടുള്ളതുമാണ്, പ്രത്യേകിച്ച് ദഹിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിവായിട്ട് കഴിക്കാനാണെങ്കിൽ മോര് ചേർത്ത് ഉണ്ടാക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. ഇത് മോരും വെള്ളമാണ്, ചെറുളയും കൂടി ഇതിൽ ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെ മോരും വെള്ളം കുടിക്കുന്നത് പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വളരെ നല്ലതാണ്. ഇപ്പോൾ സ്റ്റീഫൻ ചേട്ടന് പ്രമേഹം ഇല്ല എങ്കിൽ പോലും കഴിക്കാം. വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അല്ലേ. വെരി ടേസ്റ്റിയാണ്. ഒരു തുള്ളി തന്നെ ഇങ്ങോട്ട് കൊതിയാകുന്നു. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കുടിക്കണേ. ഇതൊരു അസുഖം ഇല്ലാത്തവർക്കും കുടിക്കാം. ഇവിടെ നിറയെ ചെറുള ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഇവിടെ നിറയെ ചെറുളയുണ്ട്. ഒരു
ജീവൻ്റെ സസ്യം എന്നൊക്കെ പറയാവുന്ന അത്രയും ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ ചെറള. നമ്മുടെ പറമ്പിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണും. നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ഇത് കണ്ടെത്താത്തതും ഇതിന് പ്രയോജനപ്പെടുത്താത്തതും എന്നുള്ളതാണ് സത്യം. ഇതേണ്ട, ഇതാണ് ചെറള. നിറയെ വെള്ള കളറിലെ ഒരു മൊട്ട് പോലെയാണ് ഇതിൻ്റെ പൂക്കൾ, ചെറിയ ഇലകൾ. പിന്നെ ചില സമയത്ത് നല്ല വളത്തിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഇപ്പോൾ വളമൊക്കെ ചെയ്ത് നല്ല കൃഷിയൊക്കെ ചെയ്യുന്ന പറമ്പിലാണെങ്കിൽ നല്ല വലിയ ഇലകളും ഉണ്ടാകും. അപ്പോൾ ചെറിയ ഇലയും വലിയ ഇലയും വന്നു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അത് അതിൻ്റെ വളക്കൂറും കാര്യങ്ങളും വെച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ ചെറിയ ഇലയാണ്, പക്ഷേ ഞങ്ങളുടെ അങ്കമാലിലെ പറമ്പിൽ നല്ല വലിയ ഇലയായിട്ടുള്ള ചെറളയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ ചെറള. അപ്പോൾ നമ്മൾ ഡയബറ്റിക്കിന് നമ്മൾ ചെറള ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഷുഗർ ലെവൽ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇൻസുലിൻ പോലുള്ള ഇതൊക്കെ എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഷുഗർ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ടോ, നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അതിനനുസരിച്ച് ആവശ്യമെങ്കിൽ മരുന്ന് ക്രമീകരിക്കേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ കാണുന്ന ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ തീരുമാനിക്കാം. ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക കൂടി ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇതിന് വൃക്ക രോഗങ്ങളെ ശമിപ്പിക്കാനായിട്ട് കഴിവുണ്ട്. മൂത്രത്തിൽ പഴുപ്പ്, അതുപോലെ തന്നെ കിഡ്നി സ്റ്റോൺ, ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരുന്ന എപ്പിസോഡുകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ത് തന്നെയാണെങ്കിലും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ, ഗുഡെന്നോ ബാഡെന്നോ ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള മറ്റ് ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യുക, പ്ലെയിൻ പോകുമെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.